അപ്പൊ പ്രേക്ഷകരെ അങ്ങനെ 71ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പുന്നമട കായൽ. ഇന്ന് നടക്കുന്ന മത്സര വള്ളംകളിയിൽ 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങളാണ് മത്സരിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ നടക്കും. അപ്പോൾ നമ്മുടെ മാതൃഭൂമി ടീം സമഗ്ര കവറേജുമായിട്ട് അവിടെയുണ്ട്. നമ്മുടെ മാർഷൽ വി സെബാസ്റ്റ്യൻ, രഘുനാഥ് നാരായണൻ, കണ്ണൻ നായർ, സ്നേഹമോൾ നയനാൻ ഇവരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം നമുക്ക് മാർഷലിലേക്ക് പോകാം. മാർഷൽ, അവിടുത്തെ ഒരു പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല, നിങ്ങളുടെയൊക്കെ എനർജി ഭയങ്കര വലുതാണ് എന്നുള്ളത് പറയാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു ഓളം എത്രത്തോളമാണ് എന്നുള്ളത്. എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളംകളി എന്ന് പറയുമ്പോൾ കണ്ണനായർ, രഘു, സ്നേഹമോൾ ഇവരെല്ലാം എൻ്റെ ഒപ്പമുണ്ട്. 4 ട്രാക്കിലായിട്ട് 4 വലിയ ചുണ്ടൻ വള്ളങ്ങൾ പോലെ ആവേശത്തോടു കൂടി നിൽക്കുകയാണ് ഇവരെല്ലാവരും. അപ്പൊ കണ്ണ ആർപ്പോ ഇനിയിപ്പോൾ ഈ വിളിയായിരിക്കും ഫുൾ ടൈം ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ നമുക്ക് കണ്ടോട്ടെ. വള്ളംകളി എന്ന് പറയുമ്പോൾ അതിന് ആവേശവും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇന്ന് ജന്മദിനമാണ് സ്നേഹമുടേത്. അപ്പോൾ ഒരു വള്ളംകളി ദിനത്തിൽ തന്നെ, അതായത് ഈ ആവേശത്തിനൊപ്പം ജന്മദിനമൊക്കെ ആശംസിക്കുന്നുണ്ട്. അതോടൊപ്പം ആദ്യമായിട്ടാണോ വള്ളംകളിക്ക് വരുന്നത്? ആദ്യമായിട്ടാണ് വള്ളംകളിക്ക് വരുന്നത്. ആണല്ലോ ഈ ആവേശം ഇതോളം കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? രാവിലെ മഴ വന്നപ്പം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഇടുക്കിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കുളിരാണ്. അതായത് ഈ കേരളത്തിനുള്ളിൽ തന്നെ ഏത് സ്ഥലത്തേക്ക് ആദ്യം ടൂർ പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആലപ്പുഴ എന്നേ പറയത്തുള്ളൂ. ഒരു ഗ്രാമീണ ഭംഗിയും ഈ കായലും നെൽപ്പാടങ്ങളും ഒക്കെ ഞങ്ങൾക്കൊരു കുളിര് തന്നെയാണ്. ഞങ്ങൾക്ക് ഇരട്ടി ആവേശമാണ് ഈ വള്ളം കളി. ഒരേ താളത്തിൽ ഒരേ ഓളത്തിൽ ഇങ്ങനെ ഈ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് ഈ വള്ളങ്ങൾ പോകുന്ന കാണാൻ ഞങ്ങൾക്കതൊരു ആവേശം തന്നെയാണ്. ഇപ്പോൾ വീട്ടിലിരുന്നൊക്കെ പോയ വർഷങ്ങളിലൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇരിപ്പങ്ങ് ഉറക്കത്തില്ല. നമുക്ക് അവിടെ ഒന്ന് എത്തിയാൽ മതി, നമ്മൾ അവിടെ ഉണ്ടാവണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലൊരു പ്രത്യേക വികാരം തന്നെയാണ്. അപ്പോൾ ഏതായാലും ജന്മദിനത്തിൽ ഇവിടെ എത്താൻ സാധിച്ചാൽ വളരെ സന്തോഷം. അതെ, കുട്ടനാട് എന്ന് പറയുമ്പോഴുണ്ടല്ലോ കുട്ടത്താറാവുകളും മാക്രികളും തവളയും പച്ചപ്പാടവും എല്ലാം നികന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിതാ. ഈ കുട്ടനാടിന്റെ 2 സന്താനങ്ങളാണ് നമ്മുടെ ഒപ്പം വേറെ ഉള്ളത്. കണ്ണനായർ, ഒരു സ്വാഭാവികമാണ് ഇല്ലേ ഈ പുന്നമട കായലിലേക്ക്, വേമ്പനാട്ട് കായൽ, പുന്നമട കായലിലേക്കൊക്കെ കളിവള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാഴ്ച അന്നും ഇന്നും മലയാളിക്ക് വലിയ ഹരമാണ്. ഇത് ഈ കുട്ടനാടിന്റെ മാത്രം ആവേശമല്ല, കേരളത്തിന്റെ മുഴുവൻ ആവേശമാണ്, കേരളത്തിന് പുറത്തുള്ള ആവേശമാണ്. അത്തരമൊരു ആവേശത്തിന്റെ കാഴ്ച ഇന്ന് വരുമ്പോൾ കാരിച്ചാൽ കഴിഞ്ഞ തവണ ഞാനും കണ്ണനും നായരും രഘു എല്ലാം ഞെട്ടിപ്പോയൊരു ഫലമായിരുന്നു. കണ്ണടച്ച് തുറന്നു. ആരാണ് എന്താണെന്ന് അറിയില്ല. അത്തരം ഒരു മത്സരമായിരിക്കുമോ ഇത്തവണ നടക്കുക? എവിടേക്കാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനിലാണ് വരിക? ഒരു സംശയം വേണ്ട. ഏറ്റവും കുറഞ്ഞൊരു 10 വള്ളങ്ങൾ ഒഞ്ചോടിഞ്ച് പോരാട്ടം, അതായത് ലൂസേഴ്സ് ഫൈനൽ മുതൽ അല്ലെങ്കിൽ ഹീറ്റ്സ് മുതൽ വാശിയേറിയ പോരാട്ടം ഉണ്ടാകും. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങുന്ന മേപ്പാടൻ ഇതുവരെ ജയിച്ചിട്ടില്ല. പക്ഷേ മേപ്പാടൻ നന്നായി പരിശീലിച്ചതാണ്. 1.5-2 മാസത്തോളം കരിച്ചാലുകാർ തുടങ്ങിയും ആ നാട്ടുകാർ തുടങ്ങി. അപ്പർ കുട്ടനാട്ടുകാർ വിയവരത്തെ വള്ളമാണ് 70 തുടങ്ങി പണിതിറക്കിയ വള്ളമാണ്. ആ കുട്ടനാട് ആ നാട്ടുകാരൻ തുഴയും. 2 വള്ളം തുഴയുന്നുണ്ട്. 2 വള്ളമുണ്ട്. പാണ്ടിയുണ്ട്. പാണ്ടിയുണ്ട്. ആ പാണ്ടിയിൽ 2 ടീമായിട്ട് വന്ന് തുഴയുകയാണ് കാരിച്ചാലുകാർ. പിന്നെ നമുക്ക് പറയേണ്ടത് കണ്ണശമാരുടെ നാട്ടിൽ നിന്ന് വരുന്ന നിരണത്തൂന്ന് വരുന്ന നിരണം ചുണ്ടനുണ്ട്. പിന്നെ വരുന്നത് BBC വില്ലേജ് ബോട്ട് ക്ലബിന്റെ തുഴച്ചിലുണ്ട്. UBC കൈനേരി. അങ്ങനെ പറയാൻ ആര് ജയിക്കും ആര് നോക്കുന്നത് പറയാൻ പറ്റില്ല. വലിയ വാശിയോടുകൂടിയുള്ള പോരാട്ടം തന്നെയായിരിക്കും. എന്ന് മാത്രമല്ല ഈ ഒരു അവർ ഹീറ്റ്സിലൊക്കെ ഇവിടെ ട്രയൽ എടുത്തപ്പോൾ ഏകദേശം എല്ലാവരും ഒരു 4 മിനിറ്റ് 4.5 മിനിറ്റിനിടയിൽ, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് സമയത്താണ് അവർ പരിശീലനത്തിൽ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണയാണ് വള്ളങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വള്ളം കയറി വന്ന് നമ്മുടെ കാരിച്ചാൽ കയറി വന്ന് അതിനേക്കാൾ വേഗത്തിൽ ഹീറ്റ്സ് നടന്നിട്ടുണ്ട്. പിന്നെ ഈ വേലിയേറ്റവും വേലിയൊക്കെ വരുമ്പോഴത്തേക്ക് 1ാം ട്രാക്കിൽ ആരാണ്, 4ാം ട്രാക്കിൽ ഏതാണ്, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ പോലും വലിയ വാശിയോട് കൂടിയുള്ള പോരാട്ടം. ശക്തി മാത്രമല്ല ഭാഗ്യവും ഘടകമാണ്. അപ്പോൾ ഒരു ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്ര അടി നീളത്തിലൊരു ചുണ്ടൻ വള്ളം 10-68 പേര് വന്ന് തെരഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അങ്ങനെയാണ് A ഗ്രേഡ്, B ഗ്രേഡ് എന്നൊക്കെ ഉള്ളത്. ഈ ചുണ്ടൻ വള്ളത്തിനൊപ്പം തന്നെ മറ്റു കളിവള്ളങ്ങളും നമ്മുടെ ഒരു ആവേശത്തിലേക്ക് വരുന്നില്ല. ഇരുട്ടുകുത്തിയായാലും ശരി, ഇരിപ്പായാലും അത്തരം വള്ളങ്ങളിലൊക്കെ ഇത്തവണ എങ്ങനെയായിരിക്കും? 50-നടുത്ത് വള്ളങ്ങളുണ്ട് അത്തരം മത്സരങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, നമ്മുടെ പഴയ ഈ കയാക്കിംഗ് അങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ ഉണ്ട്. അതൊരു 11 മണിയോട് കൂടി തന്നെ ആരംഭിക്കുക. അപ്പോൾ ആ മത്സരമൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആവേശം പറഞ്ഞെന്നുണ്ടെങ്കിൽ ചുണ്ടൻവള്ളം വരണം. നമ്മൾ ഈ പള്ളിയോടം പോലെ A, B ഗ്രേഡ് അങ്ങനെ ഒരു വ്യത്യാസം ഇതിന് ഇല്ല. വളരെ ഒരു കോലിന്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മീറ്ററിലും A ഗ്രേഡ്, B ഗ്രേഡ് ഉണ്ട്. പക്ഷേ ചുണ്ടൻവള്ളത്തിൽ ഇത്തവണ ഇട്ടൂത്തി A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് അങ്ങനെ 50
54 വള്ളങ്ങളുണ്ട്. 54 വള്ളങ്ങൾ ചെറുവള്ളങ്ങൾ മാത്രമുണ്ട്. പക്ഷെ അത് ആവേശമാണ്. ആ വള്ളങ്ങൾക്ക് ഒരു ഇരുട്ടിനെ പോലും ഭേദിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിലേക്കാൾ വേഗത്തിൽ പോകുന്ന വള്ളമാണ് ഇരുട്ടുകുത്തി. ആ വള്ളം ഇങ്ങനെ വേഗത്തിൽ പോകും. അതാണ് സ്നേഹ, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ നിങ്ങൾ ഇടിക്കാരോട് പറയാലോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സുട്ടയെന്ന് ഇവനങ്ങ് പോകും. കൊല്ലംകാരുടെ ഭാഷ പറഞ്ഞാൽ ടക്കനെ അവനങ്ങ് വിട്ടടിച്ചു പോകും. അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷേ ഈ വള്ളംകളി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ ഒരു ആഘോഷമാണ്. ഇത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വെള്ളവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവർ. ഇതിൻ്റെ ഒരു ചരിത്രം അറിയുമോ? കാരണം നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വരികയും അദ്ദേഹം അന്ന് ഫിനിഷ് ചെയ്ത വള്ളത്തിലേക്ക് ചാടിക്കയറുകയും അതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം അവിടുന്ന് ഒരു കപ്പിൻ്റെ മാതൃക കൊടുക്കുകയും ആ കപ്പിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പം വട്ടക്കായലിൽ നിന്ന് മാറി ഇപ്പോൾ ഇത് ഇങ്ങോട്ടാക്കി ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് ആക്കി ഈ നമുക്ക് തൊട്ടപ്പുറത്ത് കാണാവുന്ന ഈ പവലിലേക്കൊക്കെ വരികയാണ്. പക്ഷേ ഇന്നും ഈ നാട്ടുകാർ അതേ ആവേശം ചോരാതെ നിൽക്കുകയാണ്. അത് അതേപടി കൊണ്ടുപോവുകയാണ്. അതായത് 3 തവണ മാത്രമാണ് വള്ളങ്ങൾ നടക്കാതിരുന്നിട്ടുള്ളത്. നെഹ്റു തിരിച്ച് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇവിടുത്തെ വള്ളം കളിയായിരുന്നു എന്നുള്ളതായിരുന്നു. സ്നേഹ പോയാലും അടുത്ത വർഷം വരെ ഈ താളം അതായത് സ്വാഭാവികമായിട്ടും വള്ളംകളിയിൽ ഇവിടെ നദോന്നത വൃത്തമാണ്, കുചേല വൃത്തം, വഞ്ചിപ്പാട്ട് എന്നാണ് പറയുന്നത് അല്ലേ? സ്വഭാവം ഇതിന്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതിഞ്ഞ താളമാണ്, പക്ഷെ മത്സരമാണ്. പറഞ്ഞതെങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, ഇതാണ് അതിന്റെ താളം. പക്ഷേ ഞങ്ങൾ ആറന്മുളക്കാരിലേക്ക് പോകുമ്പോൾ അതങ്ങ് മാറും കേട്ടോ. ഈ താളമായി മാറും. അപ്പോൾ ഞങ്ങൾ ഹൈ പിച്ചിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വേഗമാണ്, അവിടെ വേഗം കുറവാണ്. വേഗവും താളമുണ്ട്, പാട്ടുമുണ്ട്. ഞങ്ങൾ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ മത്സരത്തിന് കാരണം ഞങ്ങൾ ഈ മണ്ണിനോടും ഒപ്പം തന്നെ പ്രകൃതിയോടും ഒക്കെ മല്ലിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി കൈക്കരുത്തും ഇത്തിരി വാശിയും. അതായത് നാടിന്റെ മാനം കാക്കാൻ വേണ്ടി പടക്കളത്തിലേക്ക് വരുന്ന ആൾക്കാരാണ് കുട്ടനാട്ടുകാർ മാത്രമല്ല തുഴയുന്ന പല ആൾക്കാരും ഉണ്ട്. നാടിന്റെ മാനം കാക്കുന്നത് ഇവിടുത്തെ ഈ വെള്ളിക്കപ്പായിട്ട് പോകുമ്പോഴാണ് ഓരോ കരകളുടെയും മാനം കാക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ വേറൊരു ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, സാധാരണ നിലയിൽ നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയായിരുന്നു നെഹ്റു ട്രോഫി നടത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഡേറ്റ് ഒന്ന് മാറുക. പക്ഷേ ഈ തവണ മുതൽ അത് മാറ്റിയിട്ട് ഓഗസ്റ്റ് 2ാം ശനി എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ വേറൊരു ഡേറ്റിലേക്ക് മത്സരം. അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാര്യം വിദേശികൾ കൂടുതൽ വരുന്നതായിരുന്നു. അവർക്ക് ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വരാമായിരുന്നു. ഇപ്പം ഡേറ്റ് ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്നതുകൊണ്ട് ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ബോട്ട് ക്ലബ്ബ് അല്ല, നമ്മുടെ CBLന്റെ ഒക്കെ ആയിട്ട് ഭാഗമായിട്ട് അതൊരു ഡേറ്റ് ഒരു അടുത്ത് വരാൻ വേണ്ടി ഓണത്തിനോടനുബന്ധിച്ച് ഇനി അങ്ങ് വള്ളംകളി അങ്ങ് തുടങ്ങുക. ഇനി പായിപ്പാട്ട് മത്സരമുണ്ട്, അങ്ങ് കരുവറ്റയിലുണ്ട്, അങ്ങ് കല്ലടയിലുണ്ട്, പുളിങ്കുന്നുമുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് വരെ CBL അങ്ങ് കണ്ണൂർ വരെ കുട്ടനാട്ടിലെ വള്ളങ്ങൾ പോയി മത്സരിക്കാൻ പോവാം. സ്വാഭാവികമായിട്ടും അതെ. ഇത്തരം മത്സര വള്ളംകളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവേശം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ മത്സര വള്ളംകളി ആണെങ്കിൽ പോലും ഇതൊരു നാടിൻ്റെ സംസ്കാരമായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാം. കാരണം ഇപ്പോൾ തന്നെ കായലിലേക്ക് ചെറുവള്ളങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ചെറുവള്ളങ്ങൾ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വലിയ ജല ഉത്സവമാണ്. ആ വരുന്നത് സായിലെ കുട്ടികളാണ്. സായിലെ ഭാവിയിൽ ഇന്ത്യക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. അവർ സ്വാഭാവികമായിട്ടും ഉണ്ട്. അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ല. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ടല്ലോ. പക്ഷെ ചുണ്ടൻവള്ളത്തെ കേട്ടില്ല. ചുണ്ടൻവള്ളത്തെ പരിശീലന സമയത്ത് കേട്ടില്ല, അല്ലാതെ കേട്ടില്ല. പക്ഷെ തെക്കനോടി വള്ളത്താലാണ് അവർ തുഴയുന്നത്. കുട്ടികളും സ്ത്രീകളും തുഴയുന്ന വള്ളമാണ് തെക്കനോടി വള്ളം, അല്ലെങ്കിൽ ചുരുളം വള്ളം കൃത്യമാണ്. ചുരുണ്ടിങ്ങനെ ഇരുന്ന് അപ്പൊ മാഷൽ അവിടെ നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ആവേശം ഭയങ്കര വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് സ്നേഹയുടെ പിറന്നാൾ കൂടിയാണ്. ആശംസകൾ അറിയിക്കണം. പിന്നെ ഈ മത്സരം കൂടെ തുടങ്ങിക്കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. എല്ലാവരും ആ ഒരു ഓളപ്പരപ്പിലെ പൂരത്തിനൊപ്പം തന്നെ ആയിരിക്കും. അപ്പൊ മാഷൽ നമുക്ക് ഇനിയും ഈ വാർത്തകളുടെ ഈ ഒരു വിശേഷത്തിന്റെ വള്ളംകളിയുടെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പൊ നിങ്ങൾ തുടരണം.